ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാത്തി ഫാഹി. എല്ലാവർക്കും സുഖാണല്ലോ. ഞാനിന്ന് വന്നിട്ടുള്ളത് നാടൻ ചിക്കൻ മക്രോണിയുമായിട്ടാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഉപ്പും ഓയിലും ഒഴിച്ച് വേവിച്ചെടുത്ത മക്രോണിയാണ് ഈ കാണുന്നത്. പിന്നെ ഉപ്പും മുളകും പൊടിയും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണിത്. ഇത് ഏകദേശം 1/4 കിലോ ഉണ്ട്. 2 സവാള ചെറുതായി മുറിച്ചെടുത്തതാണ് ഈ കാണുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് ചെറുതായി മുറിച്ചെടുത്തതാണ്. ചെറിയ ക്യാപ്സിക്കവും ചെറുതായി മുറിച്ചെടുത്തതാണ്. പിന്നെ ചെറിയ തക്കാളി മുറിച്ചെടുത്തത്. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇടുക. നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് സവാള ഇടുക. നന്നായി വഴറ്റുക. ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിടുക. നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് തക്കാളി ഇടുക. വഴറ്റി കൊടുക്കുക. നാം കട്ട് ചെയ്ത ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നന്നായി യോജിപ്പിക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായി വഴറ്റാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. നല്ലോണം യോജിപ്പിക്കാം. ഇത് ഞാൻ ചെറിയ തീയിലാണ് കേട്ടോ ആക്കുന്നത്. ലാസ്റ്റ് ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് നന്നായി യോജിപ്പിക്കാം. അങ്ങനെ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.